ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 4 LGS പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് LGS സിലബസ് ആൻഡ് SCRT പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള 165 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നാളെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ഈ 165 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LGS സിലബസ് പ്രകാരമാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: അണുബോംബിന്റെ പിതാവ്, ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ആരാണ്? രാമണ്ണ. ഉത്തരം രാമണ്ണ. അണുബോംബിന്റെ പിതാവ് രാമണ്ണ. രണ്ടാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ പത്രമേത്? കേരളത്തിലെ ആദ്യത്തെ പത്രമേത്? ഉത്തരം രാജ്യസമാചാരം. ഉത്തരം രാജ്യസമാചാരം. മൂന്നാമത്തെ ചോദ്യം: നാഷണൽ ബൊട്ടാണിക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാഷണൽ ബൊട്ടാണിക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ലക്നൗ. ഉത്തരം ലക്നൗ. അടുത്ത ചോദ്യം: കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. അഞ്ചാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്: ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്? ഉത്തരം അയഡിൻ. ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്? ഉത്തരം അയഡിൻ. അടുത്ത ചോദ്യം: കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത് എന്ന്? കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത് 1958ലാണ്. 1958ലാണ് കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത്. എട്ടാമത്തെ ചോദ്യം: കടലാസ് കണ്ടുപിടിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? കടലാസ് കണ്ടുപിടിച്ചത് AD 1-ാം നൂറ്റാണ്ടിലാണ്. AD 1-ാം നൂറ്റാണ്ടിലാണ് കടലാസ് കണ്ടുപിടിച്ചത്. അടുത്തത് ഒൻപതാമത്തെ ചോദ്യം: അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് എന്നാണ്? അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. പത്താമത്തെ ചോദ്യം: എക്സ്റേ കടന്നു പോകാത്ത ലോഹം? ലെഡ്. എക്സ്റേ കടന്നു പോകാത്ത ലോഹം ലെഡ്. 11ാമത്തെ ചോദ്യം: കൃഷി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ്? മൈൽഡ് സ്റ്റീൽ. കൃഷി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ്? മൈൽഡ് സ്റ്റീൽ. അടുത്തത് 12ാമത്തെ ചോദ്യം: മഞ്ഞളിനു നിറം നൽകുന്ന രാസവസ്തു? കുർക്കുമിൻ. മഞ്ഞളിനു നിറം നൽകുന്ന രാസവസ്തു കുർക്കുമിൻ. 13ാമത്തെ ചോദ്യം: കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? റോഹ, മംഗലാപുരം. റോഹ, മംഗലാപുരം. അടുത്ത ചോദ്യം. അടുത്തത് 14ാമത്തെ ചോദ്യം: ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? ഉത്തരം ഇയാൻ ഫ്ലെമിംഗ്. ഉത്തരം ഇയാൻ ഫ്ലെമിംഗ്. 15ാമത്തെ ചോദ്യം: സർജി ബുബുക്ക ഏതു കായിക ഇനത്തിലാണ് പ്രശസ്തൻ? സർജി ബുബുക്ക ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തൻ? ഉത്തരം പോൾ വാൾട്ട്. ഉത്തരം പോൾ വോൾട്ട്. അടുത്തത് 16ാമത്തെ ചോദ്യം: തിരുവനന്തപുരം ദൂരദർശൻ മലയാളം പരിപാടികൾ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് എന്നു മുതലാണ്? തിരുവനന്തപുരം ദൂരദർശൻ മലയാളം പരിപാടികൾ സംരക്ഷണം ചെയ്തു തുടങ്ങിയത് എന്നു മുതലാണ്? 1985 ജനുവരി 1 മുതൽ. 1985 ജനുവരി 1 മുതൽ. 17ാമത്തെ ചോദ്യം: യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 18ാമത്തെ ചോദ്യം: ആവി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട്. ആവി യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. 1769 ആവി യന്ത്രം വികസിപ്പിച്ചെടുത്തത് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ. ജോർജ് സ്റ്റീഫൻസൺ. 20ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത? ബോംബെ മുതൽ താനെ വരെ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം? താരാപൂർ. 1969 വർഷം.
ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം താരാപൂർ. 23ാമത്തെ ചോദ്യം, ചൈനയിലെ മഹാനായ തത്വചിന്തകൻ ആരാണ്? കൺഫ്യൂഷ്യസ്. ചൈനയിലെ മഹാനായ തത്വചിന്തകൻ ആരാണ്? കൺഫ്യൂഷ്യസ്. 24ാമത്തെ ചോദ്യം, ഗ്രീക്ക് ചിന്തകൻ ആരാണ്? സോക്രട്ടീസ്. ഗ്രീക്ക് ചിന്തകൻ ആരാണ്? സോക്രട്ടീസ്. 25ാമത്തെ ചോദ്യം, ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? വാട്ട്. 26ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം? ബാലൻ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ബാലൻ. 27ാമത്തെ ചോദ്യം, 1963 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം? തിരുവനന്തപുരം. 1963 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം ഏതാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര അംഗങ്ങളുണ്ട്? 11 പേര്. ഒരു ക്രിക്കറ്റ് ടീമിൽ 11 അംഗങ്ങളാണുള്ളത്. 29ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 11. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 11. 30ാമത്തെ ചോദ്യം, ആദ്യത്തെ മലയാള സിനിമ? വിഗതകുമാരൻ. ആദ്യത്തെ മലയാള സിനിമ വിഗതകുമാരൻ. അടുത്തത് 31ാമത്തെ ചോദ്യമാണ്, ആധുനിക തുർക്കിയുടെ സ്ഥാപകൻ? മുസ്തഫ കമാൽ അറ്റാതുർക്ക്. മുസ്തഫ കമാൽ അറ്റാതുർക്കാണ് ആധുനിക തുർക്കിയുടെ സ്ഥാപകൻ. രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള. രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. 33ാമത്തെ ചോദ്യം, നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം? സിക്കിം. 32 പേരാണ്. സിക്കിമാണ് നിയമസഭാ അംഗങ്ങളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം. 34ാമത്തെ ചോദ്യം, കേരളത്തിൽ കൂടി എത്ര നദികൾ ഒഴുകുന്നു? 44. കേരളത്തിൽ കൂടി 44 നദികൾ ഒഴുകുന്നു. ഇനി 35ാമത്തെ ചോദ്യം, കേരള കടൽ തീരത്ത് ലഭിക്കുന്ന ന്യൂക്ലിയർ ഇന്ധനം? കേരള കടൽ തീരത്ത് ലഭിക്കുന്ന ന്യൂക്ലിയർ ഇന്ധനം ഏതാണ്? ഇൽമനൈറ്റ്. ഉത്തരം ഇൽമനൈറ്റ്. 36ാമത്തെ ചോദ്യം, അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം? പാവപ്പെട്ടവന്റെ ഉന്നമനം. അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? പാവപ്പെട്ടവന്റെ ഉന്നമനം. 37ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട്. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്? കുന്നത്തൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. 39ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല? കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല കാസർഗോഡ്. കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം? കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം പീച്ചി. കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം പീച്ചി. 41ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏതു ജില്ലയിലാണ് പുകയില കൃഷിയുള്ളത്? കേരളത്തിൽ ഏതു ജില്ലയിലാണ് പുകയില കൃഷിയുള്ളത്? ഉത്തരം കാസർഗോഡ്. കേരളത്തിൽ നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവ്? EMS. കേരളത്തിൽ നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവ് EMS. കരയിലെ ഏറ്റവും വേഗതയുള്ള മൃഗം ഏതാണ്? ചീറ്റ. കരയിലെ ഏറ്റവും വേഗതയുള്ള മൃഗം ചീറ്റ. 44ാമത്തെ ചോദ്യം, ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്? കരൾ. ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്? കരൾ. കേരള സംസ്ഥാനത്തിന്റെ മൊത്തം വിസ്തീർണം? കേരള സംസ്ഥാനത്തിന്റെ മൊത്തം വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ. 46ാമത്തെ ചോദ്യം, പള്ളിവാസൽ പ്രൊജക്ട് ഏതു നദിയിലാണ്? മുതിരപ്പുഴ. പള്ളിവാസൽ പ്രൊജക്ട് ഏതു നദിയിലാണ്? മുതിരപ്പുഴ. 47ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. കുന്നത്തല കോനാതിരി എന്നറിയപ്പെടുന്ന കേരളീയ രാജാവ് ആരാണ്? വള്ളുവ കോനാതിരി. ഇനി 50ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്? മഡാസ്കർ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മഡാസ്കർ. അടുത്തത് 51ാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ മന്തുരോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല? ആലപ്പുഴ. കേരളത്തിൽ മന്തുരോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. വടക്കൻ കേരളത്തിലെ ആദ്യ അച്ചുകൂടം? തലശ്ശേരി മിഷൻ പ്രസ്. വടക്കൻ കേരളത്തിലെ ആദ്യ അച്ചുകൂടം ഏതാണ്? തലശ്ശേരി മിഷൻ പ്രസ്.
53-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിക്കുന്ന സ്ഥലം മടക്കര എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിക്കുന്നത് എവിടെയാണ്? മടക്കര, ഇരിണാവ് എന്ന സ്ഥലത്താണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരി. ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരി. അടുത്തത്, 2 തവണ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മങ്ങാട്ടിട്ടിടം. 2 തവണ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മങ്ങാട്ടിട്ടിടം. അടുത്ത 56-ാമത്തെ ചോദ്യം, തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി തെരഞ്ഞെടുപ്പ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മട്ടന്നൂർ. അടുത്ത ചോദ്യം, കണ്ണൂർ സർവകലാശാലയുടെ പഴയ പേര് മലബാർ സർവകലാശാല. കണ്ണൂർ സർവകലാശാലയുടെ പഴയ പേര് മലബാർ സർവകലാശാല. വടക്കേ മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? തലശ്ശേരി. വടക്കേ മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തലശ്ശേരി. 59-ാമത്തെ ചോദ്യം, മൂഷക വംശത്തിന്റെ തലസ്ഥാനം ഏഴിമല. മൂഷക വംശത്തിന്റെ തലസ്ഥാനം ഏഴിമല. 60-ാമത്തെ ചോദ്യം, കൊട്ടിയൂർ ക്ഷേത്രം ഏതു നദീതീരത്താണ്? ബാവലി. കൊട്ടിയൂർ ക്ഷേത്രം ഏതു നദീതീരത്താണ്? ബാവാലി. അടുത്തത് 61-ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്ത്. ഇനി 62-ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ്? നിലമ്പൂർ. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ്? നിലമ്പൂർ. കേരളത്തിലെ ആദ്യത്തെ പരാതിരഹിത മുനിസിപ്പാലിറ്റി മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ പരാതിരഹിത മുനിസിപ്പാലിറ്റി മലപ്പുറം. 64-ാമത്തെ ചോദ്യം, സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറളം. സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് ആറളം. 65-ാമത്തെ ചോദ്യം, സംസ്കൃതത്തിൽ വല്ലഭഷോണി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം വള്ളുവനാട്. സംസ്കൃതത്തിൽ വല്ലഭഷോണി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? വള്ളുവനാട്. 66-ാമത്തെ ചോദ്യം, തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര് എടക്കുളം. തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര് എടക്കുളം. 67-ാമത്തെ ചോദ്യം, കേരള വുഡ് ഇൻഡസ്ട്രീസ് ആസ്ഥാനം നിലമ്പൂർ. കേരള വുഡ് ഇൻഡസ്ട്രീസ് ആസ്ഥാനം നിലമ്പൂർ. 68-ാമത്തെ ചോദ്യം, പെരിന്തൽമണ്ണ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന ഗോത്രവിഭാഗം ആളാർ. പെരിന്തൽമണ്ണ താലൂക്കിൽ മാത്രം കാണുന്ന ഗോത്രവിഭാഗം ആളാർ. 69-ാമത്തെ ചോദ്യം, കേരളത്തിൽ ക്രിസ്ത്യൻ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല മലപ്പുറം. ക്രിസ്ത്യൻ ജനസംഖ്യ കേരളത്തിൽ ഏറ്റവും കുറവുള്ള ജില്ല മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ആലപ്പുഴ. ചന്തിരൂരാണ് ആദ്യത്തെ സിദ്ധഗ്രാമം. 71-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്ത് ചെറിയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്ത് ചെറിയനാട്. 72-ാമത്തെ ചോദ്യം, 100% നിയമസാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ചെറിയനാട്. 100% നിയമസാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ചെറിയനാട്. 73-ാമത്തെ ചോദ്യം, കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ചേർത്തല പ്രദേശത്തിന്റെ പഴയ പേര് കരപ്പുറം. ചേർത്തല പ്രദേശത്തിന്റെ പഴയ പേര് കരപ്പുറം. മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. 76-ാമത്തെ ചോദ്യം, ഓടുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള വ്യവസായങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം മാന്നാർ. ഓടുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള വ്യവസായങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം മാന്നാർ. ആലപ്പുഴ ജില്ലയിലെ ഏതു സ്ഥലത്താണ് പ്രാചീന കാലത്തെ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത്? തൈക്കൽ. ഉത്തരം തൈക്കൽ. 78-ാമത്തെ ചോദ്യം, കുമാരകോടി പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. കുമാരകോടി പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. പാണ്ഡവൻപാറ സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ. പാണ്ഡവൻപാറ സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ. 80-ാമത്തെ ചോദ്യം, എള്ളു കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഓണാട്ടുകര. എള്ളു കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഓണാട്ടുകര. 81-ാമത്തെ ചോദ്യം, ദഹന വ്യവസ്ഥയുടെ
ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ചെറുകുടൽ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന വ്യവസ്ഥ പ്രക്രിയ പൂർത്തിയാകുന്നത്? ഉത്തരം ചെറുകുടൽ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ലവണം സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് ആവശ്യമായ ധാതു ലവണം സോഡിയം. 83-ാമത്തെ ചോദ്യം, രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചുമാറ്റുന്ന അവയവം? വൃക്ക. രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചുമാറ്റുന്ന അവയവം വൃക്ക. 84-ാമത്തെ ചോദ്യം, വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. അടുത്ത ചോദ്യം, ഒരു വൃക്കയുടെ ഭാരം എത്ര? 150 ഗ്രാം. ഒരു വൃക്കയുടെ ഭാരം എത്ര? 150 ഗ്രാം. 86-ാമത്തെ ചോദ്യം, വൃക്കയുടെ അടിസ്ഥാന ഘടകം നെഫ്രോൺ. വൃക്കയുടെ അടിസ്ഥാന ഘടകം നെഫ്രോൺ. 87-ാമത്തെ ചോദ്യം, വൃക്കയുടെ ഇരുണ്ട നിറമുള്ള ആന്തരഭാഗം മെഡുല്ല. അടുത്തത് 88-ാമത്തെ ചോദ്യം, അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാരം പെൽവിസ്. ഉത്തരം പെൽവിസ്. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡസ്. ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും വലിയ പേശി. 91-ാമത്തെ ചോദ്യം, ഏറ്റവും ബലിഷ്ഠമായ പേശി ഗർഭാശയ പേശി. ഏറ്റവും ബലിഷ്ഠമായ പേശി ഗർഭാശയ പേശി. 92-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയിലെ പേശി. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയിലെ പേശി. 93-ാമത്തെ ചോദ്യം, വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശി. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശി. നെഞ്ചിനെ വയറിൽ നിന്നും വേർതിരിക്കുന്ന പേശി ഭാഗം നിർമ്മിതമായ ഭാഗം ഏതാണ്? ഡയഫ്രം ആണ്. നെഞ്ചിനെ വയറിൽ നിന്നും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം ഡയഫ്രം. പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം മയോഗ്ലോബിൻ. പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം മയോഗ്ലോബിൻ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഡെൻഡെയിൻ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഡെൻഡെയിൻ. പേശീക്ലമത്തിന് കാരണമായ രാസവസ്തു ലാറ്റിക് അമ്ലം. പേശീക്ലമത്തിന് കാരണമായ വർണ്ണവസ്തു ലാറ്റിക് അമ്ലം. 98-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഒപ്പോസം. ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഒപ്പോസം. പല്ലിനുള്ളിലെ അറ പൾപ്പ് ക്യാവിറ്റി. പല്ലിനുള്ളിലെ അറ പൾപ്പ് ക്യാവിറ്റി. 100-ാമത്തെ ചോദ്യം, ചെവിക്കുള്ളിൽ എത്ര അസ്ഥികൾ? 6 എണ്ണം. 3 വീതം 6 എണ്ണം. ചെവിക്കുള്ളിൽ എത്ര അസ്ഥികൾ? 6 എണ്ണം. 101-ാമത്തെ ചോദ്യം, തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കഫേ സ്ഥാപിതമായ നഗരം കൊൽക്കത്ത. തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കഫേ സ്ഥാപിതമായ നഗരം കൊൽക്കത്ത. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3ന്റെ ചന്ദ്രനിൽ നിന്ന് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്? ഉത്തരം സൾഫർ. അടുത്ത 103-ാമത്തെ ചോദ്യം, 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ഹാങ്ഷു ആണ് 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയായത്. ഹാങ്ഷു. അടുത്തത് 2022 ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിന് വേദിയായ സ്റ്റേഡിയം ലുസൈൽ സ്റ്റേഡിയം. 2022 ഫുട്ബോൾ ലോകകപ്പിന് ഫൈനലിന് വേദിയായ സ്റ്റേഡിയം ഏതാണ്? ലുസൈൽ സ്റ്റേഡിയം. രാജസ്ഥാനിന്റെ തലസ്ഥാനം ജയ്പൂർ. മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്. അടുത്തത് 106-ാമത്തെ ചോദ്യമാണ്, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത്? ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. സങ്കര ഇനം തക്കാളി ഏതാണ്? അക്ഷയ സങ്കര ഇനം തക്കാളിക്ക് ഉദാഹരണമാണ്. കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ സംവഹനമാണ് കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ. അടുത്ത ചോദ്യം, COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവിയാണ്? വൈറസ്. COVID-19 രോഗത്തിന് കാരണമായി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? വൈറസ്. 111-ാമത്തെ ചോദ്യം, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഡി. 112-ാമത്തെ ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഊഞ്ഞാലിന്റെ ചലനം. താഴെ പറയുന്നവയുമായി ബന്ധപ്പെട്ട് ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? ഊഞ്ഞാലിന്റെ ചലനം. അടുത്തത്
വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തത്, ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. രണ്ടാമത്തത്, വിവരം ലഭിക്കണമെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. അടുത്തത്, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഇതിൽ 3ഉം 4ഉമാണ് നമുക്കുള്ള ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായതാണ് ചോദ്യം. 3ഉം 4ഉമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി സിംഹവാലൻ കുരങ്ങ്. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പിക്കൾച്ചർ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി എപ്പിക്കൾച്ചർ. അടുത്തത്, സങ്കര ഇനം പാവൽ ഏതാണ്? പ്രിയങ്ക. സങ്കര ഇനം പാവൽ പ്രിയങ്ക. വായുവിലൂടെ പകരുന്ന രോഗം ജലദോഷം. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷം. അടുത്തത്, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി മൃതസഞ്ജീവനി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ. ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ജീവകം സി. സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവാണ്? ജീവകം സി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. അടുത്തത്, കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ജഹാംഗീർ. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കുട്ടനാട്. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കുട്ടനാട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്തത് 128ാമത്തെ ചോദ്യം, സൗരയുഗത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ്. നിക്കോളസ് കോപ്പർനിക്കസ്. 129ാമത്തെ ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് VT ഭട്ടതിരിപ്പാട്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? മിന്നുമണി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി മിന്നുമണി. അടുത്തത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആര്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. 133ാമത്തെ ചോദ്യം, ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്? BR അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് BR അംബേദ്കർ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. അടുത്തത്, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമി. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആനി ബെസന്റ്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? കേസരി. ബാലഗംഗാധർ തിലകൻ ആരംഭിച്ച പത്രം കേസരി. ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളെ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പള്ളികൾ. ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പള്ളികൾ. 140ാമത്തെ ചോദ്യം, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സാർ സയ്യിദ് അഹമ്മദ് ഖാൻ. സാർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. നിശബ്ദ താഴ്വര എന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് കാണപ്പെടുന്നത്? ഉത്തരം പാലക്കാട്. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന
സൈലന്റ് വാലി ഏതു ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 19. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾക്കുള്ളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെട്ടിരിക്കുന്നത്? അനുച്ഛേദം 19. ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശത്തിന്റെ ഭാഗമായി തീർന്നത് ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. അടുത്തത്, ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? 2013. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ചാൾസ് ബാബേജ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം? രാമേശ്വരം. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം രാമേശ്വരം. 154-ാമത്തെ ചോദ്യം, ബാണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ്? വയനാട്. ബാണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ്? വയനാട്. എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ജൂൺ 5. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? പാരീസ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ദേശീയ പക്ഷി? മലമുഴക്കി വേഴാമ്പൽ. വാഴക്കുല എന്ന കവിത എഴുതിയ കവി ആര്? വാഴക്കുല എന്ന കവിയുടെ പേര്? ഉത്തരം ചെങ്ങമ്പുഴ. 158-ാമത്തെ ചോദ്യം, പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം? അപവർത്തനം. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനം. 159-ാമത്തെ ചോദ്യം, ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്നത്? കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? കത്രിക. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രിക. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംരക്ഷണം? സംവഹനം. കടൽക്കാറ്റിനും കരൽക്കാറ്റിനും കാരണമായ താപസംരക്ഷണം സംവഹനം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം? ഓറിയോൺ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഓറിയോൺ. ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തതേത്? ടെലൂറിയം. ടെലൂറിയമാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത്. അടുത്ത ചോദ്യം, ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം? കാർബൺ മോണോക്സൈഡ്. ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം കാർബൺ മോണോക്സൈഡ്. 165-ാമത്തെ ചോദ്യം, ആൽക്കലി ലോഹമല്ലാത്തത് ഏത്? ആൽക്കലി ലോഹമല്ലാത്തത് ഏത്? ഉത്തരം അലുമിനിയം. ആൽക്കലി ലോഹമല്ലാത്തത് അലുമിനിയം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 165 ചോദ്യങ്ങളാണ് പഠിച്ചത്. LGS സിലബസിനെ ബേസ് ചെയ്ത് SCERT പാഠഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 165 ചോദ്യങ്ങളാണ് പഠിച്ചത്. കൂടുതലും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ്. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.